അതുപോലെ തന്നെ ഉള്ളവർക്ക് അവരുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ പൂർത്തീകരിക്കുക. അതാണ് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ടത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് രോഗവും നിവാരണയും എന്ന സബ്ജക്റ്റിൽ ഞാൻ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സംസാരിക്കാം. ശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്ന അക്യുപങ്ക്ചറിൽ വന്നാലോ അല്ലെങ്കിൽ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പോയി ധാരാളം പൈസ ചെലവിട്ട് കഴിഞ്ഞാലോ കിട്ടുന്ന ഒരു സംഗതിയല്ല ഈ ആരോഗ്യം എന്നുള്ളത്. ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്തം എല്ലാവരും അവനവൻ സ്വയം എന്നാണോ ഏറ്റെടുക്കുന്നത് അന്ന് മാത്രമാണ് ഓരോരുത്തർക്കും ആരോഗ്യം ഉള്ളൂ. എങ്ങനെയാണ് അവനവന്റെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് നമ്മൾ വിശദീകരിക്കുന്നതിന് മുമ്പ് രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ആരോഗ്യം എന്താണെന്ന് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതായത് നമ്മള് മുട്ടുവേദന, നടുവേദന, തലവേദന, തുമ്മല്, ഛർദ്ദല്, വയറിളക്കം, അതുപോലെ തന്നെ ചുമ, ഇവയൊക്കെയാണ് നമ്മളെ ചുറ്റുപാടിൽ നമ്മൾ രോഗം എന്ന് വിളിക്കുന്നത്. എന്നാൽ സത്യത്തിൽ ഇത് ഒരു രോഗമാണോ? രോഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ തുമ്മുമ്പോൾ അല്ലെങ്കിൽ ചുമക്കുമ്പോൾ അല്ലെങ്കിൽ ഛർദ്ദൽ ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ പനി ഉണ്ടാകുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അതിന് ഒരു പരിചരണം ആവശ്യമാണ്. ആ പരിചരണം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾക്ക് ചികിത്സ പോലും ആവശ്യമില്ലാത്ത രീതിയിൽ അവർക്ക് എന്താണോ അവരുടെ ആ പ്രയാസമുള്ള സമയം കടന്നു പോകും. ഇപ്പോ നമ്മൾ രോഗം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർമാർ നമുക്ക് ആ തുമ്മൽ, ഒരാൾക്ക് ശക്തമായ തുമ്മൽ വന്നു, തുമ്മൽ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു. ഡോക്ടറെ തുമ്മുന്നു എന്നാണ് പറയാ. അപ്പൊ തുമ്മൽ നിർത്താൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോകുന്നു. വയറിളക്കം വരുമ്പോ ഡോക്ടറെ വയറിളക്കം, ഡോക്ടറെ ഛർദ്ദൽ, ഡോക്ടറെ പനി, ഇവയൊക്കെയും നിർത്താൻ വേണ്ടിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നാൽ എന്തിനാണ് പനി വന്നത്, എന്തിനാണ് ഛർദ്ദൽ വന്നത്, എന്തിനാണ് വയറിളക്കം വന്നത്, എന്തിനാണ് ചുമ വന്നത്, എന്തിനാണ് തുമ്മൽ വന്നത്, ഇത് നമ്മൾ അന്വേഷിക്കാറില്ല. കാരണം തുമ്മൽ വന്നു ശരി തന്നെ, പക്ഷെ ഇനി എനിക്ക് അതിനെ തരണം ചെയ്യാൻ കഴിയില്ല, തുമ്മാൻ കഴിയില്ല, എനിക്ക് ക്ഷീണമാകുന്നുണ്ട്, നാളെ ജോലിക്ക് പോകണം, അങ്ങനെ പല 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 കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു, അതിനെ സപ്രസ് ചെയ്യുന്നു, അത് ഇല്ലാതാക്കുന്നു. എന്നാൽ നിങ്ങൾ അറിയണം, നമ്മുടെ ലങ്സിന്റെ ഭാഗത്ത്, സൈനസിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും കഫമോ അല്ലെങ്കിൽ ശരീരത്തിന് ആപത്തുണ്ടാക്കുന്ന എന്തെങ്കിലും പൊടിപടലങ്ങളോ കാര്യങ്ങളോ അടിഞ്ഞുകൂടിയവയോ അല്ലെങ്കിൽ തൊട്ടു മുൻപോ പുറമേ നിന്ന് വന്ന ആ സാധനത്തെ ശരീരം പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് തുമ്മുന്നത്. അപ്പൊ ചില ആൾക്കാർ രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ തുമ്മുന്നുണ്ട്. ചില ആൾക്കാർ തുമ്മലോട് തുമ്മല, എന്തെങ്കിലും പൊടി അടുത്ത് പോയാ തുമ്മും. ഇങ്ങനെ പല കാരണങ്ങൾ അവർ പറയും. അതൊക്കെ അവരുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തുമ്മുന്നത്. ഇനി ഛർദിക്കുന്ന ഒരാൾ, വെറുതെ ആരെങ്കിലും ഛർദിക്കാറുണ്ടോ? സത്യത്തിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന്റെ പേരിലോ അതുമല്ലെങ്കിൽ ശരീരത്തിന് ആപത്തുണ്ടാക്കുന്ന എന്തോ ഒരു വസ്തു വയറിൽ ഉള്ളത് കാരണത്താൽ അവയെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടോ ആയിരിക്കും ഛർദ്ദൽ ഉണ്ടാവുന്നത്. ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മള് ഛർദലോ അല്ലെങ്കിൽ നമ്മൾ തുമ്മലിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പൊ തുമ്മൽ ഒരാൾക്ക് ഉണ്ടായി, അപ്പൊ പൊടിപടലങ്ങൾ അടുത്ത് പോയിട്ടാണ് ഉണ്ടായത്. ആ സൈനസിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും പൊടിപടലങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതിനെ ശരീരം പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തുമ്മൽ ഉണ്ടായത്, തുമ്മിക്കൊണ്ടിരുന്നത്. ഇനി ഒരാൾക്ക് വയറിളക്കം ഉണ്ടായി, അല്ലെങ്കിൽ ഛർദലുണ്ടായി, ഒരാള് ഛർദിക്കുകയാണ്. ഛർദിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത് എന്തിനാണ്? ഛർദലിനെ സ്റ്റോപ്പ് ചെയ്യാൻ. ഛർദൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഛർദൽ സ്റ്റോപ്പായി. പക്ഷെ ഛർദൽ ഉണ്ടാവാനുണ്ടായ ഒരു കാരണമുണ്ടല്ലോ, അത് നമ്മൾ കഴിച്ചു പോയ ഏതോ ഒരു വസ്തു, ഏതോ ഒരു ഭക്ഷണം, ഏതോ ഒരു സാധനം അകത്തേക്ക് പോയിട്ടുണ്ട്. ആ പോയ സാധനത്തിന് ശരീരത്തെ അപായപ്പെടുത്തുന്നതോ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റാത്തതോ ആയ വസ്തുവാണ്. ആ വസ്തു ഛർദിച്ചിട്ട് പുറന്തള്ളിയേ പറ്റൂ എന്ന് ശരീരം തീരുമാനിക്കുമ്പോൾ ശരീരം ആ വേസ്റ്റിനെ ശരീരം പുറന്തള്ളുന്നു. ഇനി അതല്ല, വയറിൽ തന്നെ ഒരു പക്ഷെ കെട്ടിക്കിടന്ന ഏതോ ഒരു വസ്തു, അത് ചിലപ്പോ ഒരു 1-2 ദിവസമായേക്കാം. അത് അല്ലെങ്കിൽ വേറെ രൂപത്തിൽ അത് ബ്ലഡിലൂടെ വന്നിട്ട് അങ്ങനെയായാലും ശരീരം പുറന്തള്ളും. അങ്ങനെ ഛർദിച്ചിട്ട് പുറന്തള്ളും. ഈ പുറന്തള്ളലിനെ ശരിക്കും ശരീരത്തിന് വേണ്ടാത്ത ഏതോ തരത്തിലുള്ള മാലിന്യത്തെയാണ് ശരീരം പുറന്തള്ളുന്നത്. നമ്മള് ശരീരത്തിലൂടെ അല്ലെങ്കിൽ ഛർദിലൂടെ രക്തത്തിന്റെ കളറോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കളർ മാറിയിട്ടോ മറ്റോ കാണുമ്പോഴേക്കും നമ്മൾ ബേജാറിലാണ്. ശരീരം അതിന് വേണ്ടാത്തവയെ പുറന്തള്ളുകയാണ് സത്യത്തിൽ ചെയ്തത്. നമ്മൾ അതിനെ ബേജാറിലായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുകയാണ്, വീണ്ടും അതിനെ ചികിത്സിക്കുകയാണ്. സത്യത്തിൽ അവിടെ ശരീരത്തിന് വേണ്ടാത്ത മാലിന്യത്തെ ശരീരം പുറന്തള്ളി, ഛർദലിലൂടെ പുറന്തള്ളി. ഇനി ഉണ്ടെങ്കിൽ ഇനിയും ഛർദിച്ച് പുറന്തള്ളും. നമ്മൾ അത് ഒരു രോഗമാണ് എന്ന് മനസ്സിലാക്കി തെറ്റായി ധരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി അതിനെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതുപോലെ തന്നെ വയറിളക്കത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ചുമയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ. വയറിളക്കത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഛർദിലുള്ള ആൾക്ക് ഈ ഛർദലിനെ സ്റ്റോപ്പ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് കാണാം, എന്തുണ്ടാവും? ലൂസ് മോഷൻ ഉണ്ടാവും. കാരണം ഛർദലിനെ സ്റ്റോപ്പ് ചെയ്യലോടുകൂടി ഈ സാധനത്തെ, വയറിലുള്ള ഈ സാധനത്തെ ചെറുകുടൽ വഴി വൻകുടലിലേക്ക് അതിലൂടെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് വയറിളക്കം ഉണ്ടാക്കും. അപ്പൊ വയറിളക്കത്തെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ വയറിളക്കത്തെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇതെവിടെ പോവാ? ഈ സാധനം രക്തത്തിലേക്ക് കലരും. രക്തത്തിലേക്ക് കലർന്നാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരം അത് സ്കിന്നിലൂടെ പുറന്തള്ളാൻ ശ്രമിക്കും. സ്കിന്നിലൂടെ പുറന്തള്ളാൻ ശ്രമിക്കുമ്പോൾ അവിടെ ചൊറിച്ചിലുണ്ടാകും, വ്രണമാകും, ചൊറിഞ്ഞു പൊട്ടും, അങ്ങനെ പല സംഗതികളും സംഭവിക്കും. അപ്പോഴും നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. എന്നാൽ ഇതിന്റെ അടിസ്ഥാന കാരണത്തെ കണ്ടെത്തിക്കൊണ്ട് ഇല്ലാതാക്കാനല്ല, അതായത് രോഗത്തിന്റെ കാരണത്തെ കണ്ടെത്തി ആ രക്തത്തിലുള്ള മാലിന്യത്തെ ഇല്ലാതാക്കാൻ ശരീരം ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ പുറന്തള്ളാതെ അവിടെ തന്നെ കിടക്കുക എന്ന് പറഞ്ഞിട്ട് അതിനെ മരുന്ന് പുരട്ടിയിട്ട്, ഓയിൻമെന്റ് പുരട്ടിയിട്ട് അവിടെ തന്നെ വെക്കും. ഇങ്ങനെ ഉള്ള സംഗതികള് എത്ര കാലം തുടരും? ഇതിങ്ങനെ ആദ്യം വയറിളക്കം വന്നു, അല്ലെങ്കിൽ ആദ്യം പിന്നെ ഛർദില് വന്നു, ഛർദിലിനെ സ്റ്റോപ്പ് ചെയ്തു. വയറിളക്കം വന്നു, വയറിളക്കത്തെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ചൊറിച്ചിൽ വന്നു, ചൊറിച്ചിലിനെ മരുന്ന് പുരട്ടി അവിടെ ഇവിടെയൊക്കെ ആക്കി. അങ്ങനെ ഈ മാലിന്യം ശരീരത്തിന്റെ എവിടെയെങ്കിലും അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഇങ്ങനെ അടിഞ്ഞുകൂടിയ ശരീരത്തിന്റെ ഈ സാധനത്തിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ശരീരം ശ്രമിച്ചപ്പോൾ പുറന്തള്ളാൻ കഴിയാത്ത അവസരത്തിൽ ശരീരം എന്ത് ചെയ്യും? ഇതിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെക്കും. അത് ചിലപ്പോ അതിനെവിടെയാണോ സ്ഥലം കിട്ടുന്നത്, അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഗർഭപാത്രത്തിൽ വെക്കാം, ചിലപ്പോൾ തലയിൽ വെക്കാം, ചിലപ്പോൾ വേറെ ശരീരത്തിന്റെ വേറെ വിവിധ ഭാഗങ്ങളിൽ വെക്കാം. അങ്ങനെ വെച്ച് വെച്ച് അത് മുഴയായി മാറും. അത് മറ്റു പല കട്ടികളായിട്ടും മാറും. പിന്നെ അവിടുന്നും ശരീരം ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്മൂത്തായി വളരെ മെല്ലെ പുറന്തള്ളാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വീണ്ടും അതിനെ പുറന്തള്ളാൻ വിടാതെ മരുന്ന് കൊടുത്തിട്ട്
അത് ബ്ലീഡിംഗ് ആണ്, അല്ലെങ്കിൽ അത് ട്യൂമർ ആണ്, അതല്ലെങ്കിൽ മറ്റു പലതുമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മുകളിൽ വീണ്ടും ഓപ്പറേഷൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെ പലതും ചെയ്ത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ആദ്യം വന്ന എന്താണോ അതിനെ തടുത്തു നിർത്തി. ഈ തടുത്തു നിർത്തൽ ഒന്നിന്റെ മുകളിൽ മാത്രം അവസാനിക്കുന്നില്ല. അത് തുടരെ 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 ഒരു വ്യക്തി 10, 15, 20, 25 വർഷം കഴിയുമ്പോഴേക്കും നിത്യരോഗിയായി, മഹാരോഗിയായി, മാറാരോഗിയായി, ഇന്നത്തെ ഭയപ്പെടുന്ന ക്യാൻസർ വരെ ഈ ഗണത്തിലാണ് പെടുന്നത്. അപ്പൊ രോഗം എങ്ങനെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ശരീരത്തില് പലതരം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു, കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, ഇതിലൂടെ ഒക്കെയും നമ്മുടെ ശരീരത്തിലേക്ക് പല രൂപത്തിലുള്ള ശരീരത്തിന് വേണ്ടാത്ത വസ്തുക്കൾ വരികയും ഈ വസ്തുക്കളെ ശരീരം പല ഘട്ടങ്ങളിലായി അതിന്റെ വിവിധങ്ങളായ രൂപത്തിലൂടെ പുറന്തള്ളാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിനനുവദിക്കാതെ അതിനെ തടുത്തു നിർത്തുന്ന പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിനെ തടുത്തു നിർത്തി അത് രോഗം മറ്റു പല രൂപത്തിലേക്കും ഘട്ടം ഘട്ടമായി രൂപാന്തരം പ്രാപിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെന്താണ് പരിഹാരം? എന്താണ് അപ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വിശക്കുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യം ഇല്ലാത്തൊരവസ്ഥയാണ് ആരോഗ്യമുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ശരീരം തുമ്മിയിട്ട് സൈനസിന്റെ ഭാഗത്തും ലങ്സിന്റെ ഭാഗത്തും മറ്റുമൊക്കെ കഫവും ശരീരത്തിന് വേണ്ടാത്ത പല പൊടിപടലങ്ങളും ശരീരം അത് തുമ്മിയിട്ടും ചുമച്ചിട്ടും പുറന്തള്ളുമ്പോൾ നമ്മൾ കഫ് സിറപ്പും അല്ലെങ്കിൽ മറ്റു സംഗതികളും ഉപയോഗിച്ച് ഈ ചുമയെയും ഈ കഫം അല്ലെങ്കിൽ കഫത്തെ പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ പുറന്തള്ളാൻ വിടാതെ അവിടെ തന്നെ അടിഞ്ഞുകൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് വീണ്ടും പരിണമിച്ച് വീണ്ടും ചുമ വരും, വീണ്ടും നമ്മൾ അത് കഴിക്കും, വീണ്ടും ചുമ വരും, വീണ്ടും നമ്മൾ അത് കഴിക്കും, വീണ്ടും തുമ്മൽ വരും, വീണ്ടും നമ്മൾ അത് കഴിക്കും. അപ്പോ ആദ്യം തുടങ്ങിയത് ഒരു മരുന്നിലായിരിക്കും, പിന്നീട് അത് പല മരുന്നുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഹീലർ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇതേ രൂപത്തിൽ തന്നെയാണ് വയറിളക്കത്തിന്, ഛർദലിന്, പനിയുടെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ. എന്താണ് പനി എന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ മാലിന്യമില്ലാത്ത, അടിഞ്ഞുകൂടിയ മാലിന്യമില്ലാത്ത ശരീരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കലാണ് നമ്മൾ വേണ്ടത്. ഇനി അടിഞ്ഞുകൂടിയ മാലിന്യം അല്ലെങ്കിൽ മാലിന്യം നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ ഓക്സിജനിലൂടെയോ ഒക്കെ വന്നു, ഇതിനെ ശരീരം തന്നെ പുറന്തള്ളാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ പുറന്തള്ളാൻ അനുവദിക്കാതെ അത് ശരീരം എന്ത് ചെയ്യാണ്? നമ്മൾ അതിനെ ശരീരം ഈ മാലിന്യത്തെ പുറന്തള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ പുറന്തള്ളാൻ അനുവദിക്കാതെ ശരീരത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ കെട്ടിക്കിടന്ന് നിങ്ങൾ നോക്കൂ, നമ്മുടെ അഴുക്കുചാലില് അല്ലെങ്കിൽ ബേസിനില് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കഴിഞ്ഞാല് എന്താണ് അവസ്ഥ ഉണ്ടാവുക? അവിടെ അടിഞ്ഞുകൂടി അവിടെ ബ്ലോക്ക് വരും, അല്ലെ? അപ്പോ അതിന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഈ മാലിന്യം പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബ്ലോക്ക് വരുന്നവരെ അല്ലെങ്കിൽ അടുത്ത ഈ മാലിന്യത്തെ രണ്ടാമത് കുമിഞ്ഞു കൂടുന്നത് വരെ അവിടെ കുഴപ്പമില്ലല്ലോ. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ മാലിന്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. മാലിന്യം എന്ന് പറയുന്ന കഫം അടിഞ്ഞുകൂടാം. നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ, ഈ ഭക്ഷണങ്ങളെ ശരീരത്തിന് ദഹിപ്പിച്ചോ ദഹിപ്പിക്കാണ്ടോ, ഇപ്പോ മാലിന്യത്തിൽപ്പെട്ടതാണ് ടോക്സിക് ആയിട്ടുള്ള ഗ്ലൂക്കോസ്. ഇപ്പോ ഷുഗർ രോഗികളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മൂത്രം വഴി പുറത്തു പോകുന്ന ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഗ്ലൂക്കോസ് ആണ്. അതുകൊണ്ടാണ് അവർ വീർത്ത് വരുന്നത്. അക്യുപങ്ചർ ചെയ്യുമ്പോൾ അവർ മെലിയാനുള്ള കാരണം അവരുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഗ്ലൂക്കോസിനെ ശരീരം പുറന്തള്ളുമ്പോഴാണ് അവർ മെലിയുന്നത്. ഇങ്ങനെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യം ഇല്ലാത്തൊരവസ്ഥ, ആരോഗ്യമുള്ള അവസ്ഥ,
ഈ ശരീരം തന്നെ അടിഞ്ഞുകൂടിയ അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടാത്ത മാലിന്യത്തെ തുമ്മൽ വഴിയും ഛർദൽ വഴിയും വയറിളക്കം വഴിയും പനിച്ചിട്ടും അതുപോലെ ചുമപ്പിച്ചിട്ടും ഒക്കെ പുറന്തള്ളുമ്പോൾ നമ്മൾ അതിനെ അമർത്തി വെച്ചുകൊണ്ട് നമ്മൾ മറ്റു പല രൂപത്തിലേക്കും മാറുകയാണ് ചെയ്യുന്നത്. ആ രോഗം മറ്റൊന്നായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി എന്താണ് ഇതിനൊരു പരിഹാരം? അപ്പൊ തുമ്മൽ വന്നാൽ, ചുമ വന്നാൽ, വയറിളക്കം വന്നാൽ, പനി വന്നാൽ, അതുപോലെ തന്നെ ഛർദിൽ വന്നാൽ ഇതിനൊക്കെ ഒരു പരിചരണം ആവശ്യമാണ്. ഈ പരിചരണം അറിയാത്തവർക്ക് അക്യുപങ്ക്ചർ ചികിത്സയാണ് ഇന്നത്തെ അവസരത്തിൽ ഏറ്റവും ഫലപ്രദം. കാരണം ശരീരത്തിന്റെ സാധാ പ്രവർത്തനത്തിന് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനവും അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ സംഭവിക്കുന്നില്ല. മറിച്ച് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ ഒന്നുകൂടി റീചാർജ് ചെയ്യും പോലെയാണ് നമ്മുടെ ശരീരത്തിൽ അക്യുപങ്ക്ചർ ചികിത്സ ചെയ്യുമ്പോൾ, നീഡിൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് പല ആൾക്കാർക്കും അക്യുപങ്ക്ചർ ചികിത്സ ചെയ്യുമ്പോൾ ഈ സ്കിൻ ഡിസീസസ് ഒക്കെ ഉള്ളവർക്ക്, രക്തം കൂടുതലായി ബ്ലീഡിംഗ് ഉള്ളവർക്ക്, അങ്ങനെ പല പ്രയാസങ്ങളുള്ളവർക്ക് വ്യത്യസ്തമായ രീതിയിൽ അതിന്റെ പുറന്തള്ളൽ സംഭവിക്കുന്നത്. അപ്പോ ആ ചികിത്സ സ്വീകരിച്ചിട്ട് കുറെ ആയി, കൊളമായി, ചളമായി എന്നാണ് പലപ്പോഴും പലരും പറയാറ്. അലോപ്പതിയുടെ നിയമം തന്നെ എന്താണ്? ഒരു രോഗം, ആ രോഗം ഇല്ലായ്മ ചെയ്യാൻ ശരീരം അതിന്റെ രോഗപ്രതിരോധ ശേഷി അതിനെ ഉണർത്തുന്നത് എപ്പോഴാണ്? ഈ രോഗം അതിന്റെ പീക്ക് ലെവലിൽ എത്തുമ്പോൾ, ഓപ്റ്റിമൽ ലെവലിൽ എത്തുമ്പോഴാണ് ഈ രോഗത്തിനെതിരെ നമ്മുടെ ശരീരം അതിന്റെ രോഗപ്രതിരോധ ശേഷി കൊണ്ട് ഈ രോഗത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ശരീരത്തിന് നമ്മളിപ്പോ മനസ്സിലാക്കിയ കാര്യം, ഒന്ന്, രോഗമില്ലാത്ത ആരോഗ്യമുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ. ഇനി രോഗത്തിന്റെ നിവാരണി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ രോഗമുണ്ടാകുന്നത് എങ്ങനെയെന്ന് പറയുമ്പോൾ, ഈ ശരീരം അങ്ങനെ അടിഞ്ഞുകൂടിയ മാലിന്യത്തെ ശരീരം പുറന്തള്ളുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തിയ നമ്മുടെ തെറ്റാണ് പിന്നീട് നമ്മൾ പല വലിയ വലിയ രോഗങ്ങളിലേക്കും എത്തുന്നത്. ഇനി ഇതിനുള്ള പരിഹാരമാണ് നമ്മൾ ഈ പറയുന്നത്. ഒന്ന്, നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പരിചരണമുണ്ട്, ആ പരിചരണം മനസ്സിലാക്കുക. ഇനി അടിഞ്ഞുകൂടാതിരിക്കാൻ, മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാതിരിക്കാൻ നമ്മൾ അക്യുപങ്ക്ചറിസ്റ്റുകൾ ഓമന പേരിട്ട് വിളിക്കുന്ന 4G പാലിച്ചാൽ മതി. 4G പാലിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാത്തൊരവസ്ഥ വരും. 4G ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി 4G പാലിച്ചിട്ടും ചില ആൾക്ക് അടിഞ്ഞുകൂടിയ മാലിന്യം വരുന്ന, അവര് പരിചരണം ഉണ്ടായാൽ മതി. ഈ പരിചരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സമയത്ത് അവനവന്റെ പള്ളയെ, വയറിനെ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും വിശപ്പില്ലെങ്കിൽ ഭക്ഷണം കഴിക്കരുത്, നേരത്തെ ഉറങ്ങുക. ഏത് പ്രയാസമുള്ളവർക്കും ആദ്യമായി അവർ ചെയ്യേണ്ടത്, പ്രയാസങ്ങൾ വരുമ്പോൾ അവനവന്റെ വയറിൽ വിശപ്പുണ്ടോ ഇല്ലേ, വിശപ്പില്ലെങ്കിൽ കഴിക്കരുത്. വിശപ്പുണ്ടെങ്കിൽ, അസ്വസ്ഥതയാണ് എങ്കിൽ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ദാഹത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക. അതുപോലെ വളരെ നേരത്തെ ഒരു 9 മണിയാകുമ്പോഴേക്കും തന്നെ കിടന്നുറങ്ങുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ അടിഞ്ഞുകൂടിയ മാലിന്യം ശരീരം കൃത്യമായി പുറന്തള്ളിക്കോളും. 4G പാലിക്കുന്നവരാണ് എങ്കിൽ അവരുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യം ഉണ്ടാവില്ല. ഇനി അഥവാ മാലിന്യം അടിഞ്ഞുകൂടിയാൽ തന്നെ ഈ പരിചരണത്തിലൂടെ അവരുടെ പ്രയാസങ്ങൾ മാറുകയും ചെയ്യും. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യം ഇല്ലാത്തൊരവസ്ഥയാണ്. അതെങ്ങനെ രോഗമായി മാറുന്നത്? നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കഫമായിട്ടും മറ്റു പല രൂപത്തിലും ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നുണ്ട്. ആ മാലിന്യത്തെ ശരീരം പുറന്തള്ളുമ്പോൾ നമ്മൾ അതിനെ അനുവദിക്കാതെ മരുന്ന് കുടിച്ച് മറ്റു പലതും ചെയ്തുകൊണ്ട് ശരീരത്തെ
ആ മാലിന്യം പുറന്തള്ളുന്ന പ്രക്രിയക്ക് എതിരായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മരുന്നിലൂടെയോ പുരട്ടലുകളിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെ പല പ്രവർത്തനങ്ങളിലൂടെയും സംഭവിക്കുന്നു. അപ്പൊ ഇത് രൂപാന്തരപ്പെട്ട് മറ്റു പല രോഗങ്ങളിലേക്കും മറ്റു പല രോഗങ്ങള് അത് നിത്യരോഗമാകാം, മഹാരോഗമാകാം, മാറാരോഗമാകാം, ഇന്ന് എല്ലാവരും പേടിപ്പിക്കുന്ന ക്യാൻസർ രോഗം വരെ ആയി മാറുന്നത് ഇതാണ് കാരണം. നിങ്ങള് ഓരോന്നും നിരീക്ഷിച്ചു നോക്കൂ. ഇത്തരം രോഗങ്ങൾ ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ. ഇനി രോഗം വരാതെ അല്ലെങ്കിൽ അടിഞ്ഞുകൂടിയ മാലിന്യം വരാതിരിക്കാനുള്ള പ്രവർത്തനം എന്താണ്? 4G എന്നതാണ്. വിശപ്പനുസരിച്ച് ഭക്ഷണം കഴിക്കുക, ദാഹമനുസരിച്ച് വെള്ളം കുടിക്കുക, ആവശ്യത്തിനുള്ള വിശ്രമം നടത്തുക, രാത്രി നേരത്തെ കിടന്ന് നേരത്തെ ഉണരുക. ഇതാണ് ആ 4G. ഇനി അത്തരം 4G പാലിച്ചിട്ടും ചിലവർക്ക് അടിഞ്ഞുകൂടിയ മാലിന്യമായി വരുന്നുണ്ട് എങ്കിൽ അവർക്ക് ആ ചുമയുള്ളപ്പോ അല്ലെങ്കിൽ ആ അസ്വസ്ഥത ഉള്ള സമയത്ത് കൃത്യമായി അവനവന്റെ പരിചരണം, അതായത് വിശപ്പിനെ നോക്കിക്കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്ന രീതിയും നേരത്തെ കിടന്നുറങ്ങുന്ന രീതിയും ഉണ്ടായി കഴിഞ്ഞാൽ അത് തന്നെയാണ് അവരുടെ ചികിത്സ, അത് തന്നെയാണ് അവരുടെ പരിചരണവും. അപ്പൊ രോഗവും നിവാരണയും എന്ന ഈ ടോപ്പിക്കിൽ ഏകദേശം പറയാനുള്ള വളരെ വലിയ ഒരു ടോപ്പിക്കാണിത്. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു പലതുമായി ബന്ധപ്പെട്ടോ അക്യുപങ്ക്ചറുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ്. നുസ്രത്ത് മാം, ഏതെങ്കിലും ചോദ്യം മുൻകൂട്ടി ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാട്ടോ. ഒരാള് ഇതില് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഈ അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അതായത് അവര് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, അവയവദാനം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതിനുള്ള ഇപ്പൊ അലോപ്പതി പോയി ഒരു കിഡ്നി അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസ്പ്ലാന്റ് നടത്തിയതിന് ശേഷവും ആൾക്കാർ ജീവിച്ചിരിക്കുന്നില്ലേ, കുറെയൊക്കെ സക്സസ് ആവുന്നില്ലേ എന്നുള്ള രൂപത്തിൽ അതിനെക്കുറിച്ച് എന്താണ്, അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ് അക്യുപങ്ക്ചറിൽ എന്നുള്ളത്? ഒന്നാമതായി നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ പറഞ്ഞു അടിഞ്ഞുകൂടിയ മാലിന്യം ഇല്ലാത്തൊരവസ്ഥ നമ്മൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആരോഗ്യം. ഒരാളുടെ അവയവം നശിച്ചതിന് ശേഷം ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ ശരീരത്തിനല്ലാതെ. ആ ശരീരത്തിനല്ലാതെ വേറെ പുറമേ നിന്നുള്ള ഒരു വസ്തുക്കൾ കൊണ്ടും ആ അവയവത്തെ സംരക്ഷിക്കാൻ കഴിയില്ല. ആ ശരീരത്തിന് ആ അവയവത്തെ സംരക്ഷിക്കാൻ കഴിയും, പക്ഷെ നമ്മൾ അതിന് അവസരം കൊടുക്കുകയില്ല. കാരണം ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ നമ്മുടെ ശരീരം മുഴുവൻ സെല്ലുകളും റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ രോമം മുതൽ അല്ലെങ്കിൽ ഉച്ചി തൊട്ട് ഉള്ളംകാല് വരെ മുഴുവൻ ഭാഗങ്ങളും സെല്ലിനാൽ നിർമ്മിതമാണ്. അത് കിഡ്നിയും സെല്ലാണ്, കരളും സെല്ലാണ്, നമ്മുടെ ഹൃദയം സെല്ലിലാണ്, കണ്ണ്, കൺപോള, രോമകൂപങ്ങൾ എല്ലാം സെല്ലാണ്. അപ്പൊ അതൊക്കെ എല്ലാ സെല്ലുകളും റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ കിഡ്നിയുടെ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ ആ ശരീരത്തിന് റെഡിയാക്കാൻ കഴിയും, പക്ഷേ നമ്മൾ അതിനെ അനുവദിക്കുകയില്ല. നമ്മൾ എന്ത് ചെയ്യും? ആ പോയി എന്ന് പറഞ്ഞിട്ട് ക്രിയാറ്റിനിൻ ചെക്ക് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ വീണ്ടും കിഡ്നിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ കിഡ്നിയുടെ ശരിയായ പ്രവർത്തനത്തിലേക്ക് എത്തുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, ഒരാളുടെ കിഡ്നി, ഉദാഹരണത്തിന് കിഡ്നിയാണല്ലോ കൂടുതൽ മാറ്റിവെക്കുന്നത്. ഒരാളുടെ കിഡ്നി മാറ്റിവെക്കുക എന്ന് പറയുന്നത് മറ്റൊരു കിഡ്നിയെ കൂടി തുന്നിച്ചേർക്കുകയാണ്. പിന്നെ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നതാണ് പലരുടെയും ചോദ്യം. അത് കിഡ്നി മാറ്റിവെച്ചത് കൊണ്ട് ജീവിച്ചിരിക്കുന്നതാണോ, അല്ലെങ്കിൽ ജീവൻ ഉള്ളത് കൊണ്ട് കിഡ്നി വർക്ക് ചെയ്യുന്നതാണോ? നിങ്ങൾ സ്വയം ആലോചിച്ചു നോക്ക്. അല്ലെങ്കിൽ ഇനി ആത്മീയമായി പറയുകയാണെങ്കിൽ, പടച്ച തമ്പുരാൻ ഇയാൾക്ക് ആയുസ് കൊടുത്തത് കൊണ്ടാണോ അയാൾ ജീവിച്ചിരിക്കുന്നത്? അതല്ല, അത് കിഡ്നി മാറ്റി വെച്ചോണ്ടാണോ ജീവിച്ചിരിക്കുന്നത്?
ഇതിങ്ങനെ ചോദിക്കുമ്പോ നിങ്ങൾ പറയും ഇതെന്തൊരു മണ്ടത്തരമായ ചോദ്യമാണ് എന്നുള്ളത്. നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ചു നോക്കൂ. ഒരാള് ജീവിച്ചിരിക്കുന്നതിനുള്ള കാരണം ഇതാണോ? ഒരാള് ജീവിച്ചിരിക്കാനുള്ള കാരണം കിഡ്നി മാറ്റി വെച്ചതാണോ? അല്ലെങ്കിൽ അയാൾ ജീവിച്ചിരിക്കില്ലേ? ആയുസ് എന്ന് പറയുന്നത് കിഡ്നിയുടെ മുകളിലാണോ? കിഡ്നി മാറ്റിവെച്ചിട്ട് ആ മാറ്റിവെച്ച കിഡ്നിയും ഡയാലിസിസിന് വിധേയമായ എത്ര ആൾക്കാരുണ്ട്? അതെന്തേ പറയാതെ? കിഡ്നി മാറ്റിവെച്ചിട്ടും ഡയാലിസിസിന് വിധേയമായ ആ കിഡ്നിയും നശിച്ചു. ഡയാലിസിസ് വീണ്ടും വിധേയമായി. വീണ്ടും കിഡ്നി മാറ്റിവെക്കാൻ പിരിവ് നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ. മാത്രമല്ല കിഡ്നി വെക്കലോടുകൂടി ഇയാള് രോഗത്തിൽ നിന്ന് മുക്തനായോ? പൂർണ്ണമായ ആരോഗ്യവാനാകുന്നുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം മരുന്ന് കഴിക്കണം. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടറെ അടുത്ത് അല്ലാതെ പോവാൻ പാടില്ല. പനി വരാൻ പാടില്ല, ചുമക്കാൻ പാടില്ല, മറ്റു പ്രയാസങ്ങൾ പലതും ഉണ്ടാകുന്നുണ്ട്. സാധാരണ കിഡ്നി കംപ്ലൈന്റ് ഉള്ളപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി പോലും കിഡ്നി മാറ്റിവെച്ചാൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കൂടുതലും. ചില ആൾക്കാർ അതൊന്നും ഇല്ലാതെയും നടക്കുന്നുണ്ട്. എനിക്കറിയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പൊ അയാൾ എങ്ങനെയാണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമുക്ക് അതിന്റെ മുകളിൽ പറയാനുള്ളത് കിഡ്നി മാറ്റിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൂന്നാമതൊരു കിഡ്നിയെ തുന്നിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണിത്. അപ്പോ വർക്ക് ചെയ്യുന്നത് ഈ ഇപ്പുള്ള പുതിയ കിഡ്നിയാണോ പഴയ ആദ്യമുള്ള കിഡ്നിയാണോ എന്ന് എങ്ങനെ കൃത്യമായി പറയാൻ കഴിയും? അപ്പൊ അതുകൊണ്ട് ഒരാള് സക്സസ് ആയി, അതായത് ഓപ്പറേഷൻ ചെയ്തു വന്നു, അയാൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത് ശരി തന്നെ, അത് നമ്മൾ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് കിഡ്നി മാറ്റിവെച്ചത് കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക, ആണോ അല്ലേ എന്നുള്ളത്. അയാൾക്ക് ജീവൻ ഉള്ളത് കൊണ്ട് ആ കിഡ്നി വർക്ക് ചെയ്യുന്നതാണോ, അതല്ല കിഡ്നി ഉള്ളതുണ്ട് ജീവനുണ്ട് എന്നാണോ പറയേണ്ടത്? അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ആ ഉത്തരം. അവരിവിടെ ഇല്ലേ? ആ ക്ലാസ് ആ ചോദ്യം ചോദിച്ച ആൾ ഇവിടെ ഇല്ല? ഇല്ല, ആള് അവർക്ക് വേറൊരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് അധ്യാപകനാണ്. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ആർക്കെങ്കിലും വോയിസ് ആയിട്ട് അയക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതെ. സാർ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞല്ലോ സാർ, അതൊരു നല്ല കാര്യം തന്നെ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാടിച്ചില്ലിന്റെ ഉള്ളിൽ കാണുമ്പോൾ ഫുഡ്, ബേക്കറിയിൽ കാണുമ്പോഴും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫുഡ് കാണുമ്പോൾ ഇങ്ങനെ അപ്പൊ കഴിക്കണം എന്ന് തോന്നുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ചില സമയത്ത് വിശപ്പങ്ങ് വരുന്ന പോലെയൊക്കെ തോന്നും. അതിനെന്താ പ്രതിവിധി? അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, വയറിന് വിശപ്പുള്ളപ്പോൾ ഉണ്ടാകുന്ന വായയിലെ ഉമിനീരും കൊതിയോടുകൂടി വരുന്ന ഉമിനീരും രണ്ടും രണ്ടാണ്. വിശപ്പോടുകൂടി വായിൽ വരുന്ന ഉമിനീര് ദഹന പ്രക്രിയയെ നിങ്ങളെ സഹായിക്കും. എന്നാൽ കൊതിയോടുകൂടി വരുന്ന ഉമിനീര് ദഹന പ്രക്രിയയെ സഹായിക്കില്ല. മറിച്ച് നിങ്ങൾക്ക് അവിടെ ദഹന പ്രക്രിയക്ക് എതിരാവുന്ന രൂപത്തിലാണ് വരിക. അതായത് കൊതിയുള്ള സമയത്ത് കഴിക്കാതിരിക്കുക, വിശപ്പുള്ളപ്പോൾ മാത്രം കഴിക്കുക. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് അസിഡിറ്റി ഉണ്ടാകുന്നത്. അതൊക്കെ സാർ പറയുന്നത് 100% ശരിയാണ്. പക്ഷെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്താ നിങ്ങൾക്ക് പ്രയാസം? മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ കോളേജിലായിരിക്കുമ്പോൾ ഫ്രണ്ട്സ് എല്ലാരും എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തേക്കും അത് വരും. അപ്പൊ നമ്മൾ അതങ്ങ് കഴിച്ചു പോകും. എത്ര വേണ്ടാന്ന് വെച്ചാലും നമ്മൾ ആ ഫുഡ് എടുത്ത് കഴിക്കും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ, അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ മക്കളില്ലേ? ഹലോ. ഉണ്ട്. ആ ഓക്കെ. ആ കുട്ടിയെ നിങ്ങൾ വെറുതെ അടിക്കുവോ? ഇല്ല അടിക്കാറില്ല. കുരുത്തക്കേട് കളിച്ചാല് അല്ലേ? ഇത് തന്നെ അതിന്റെ ഉത്തരം. വിശക്കുമ്പോൾ കഴിക്കുക.
വിശക്കുമ്പോൾ മാത്രം കഴിക്കുക, വെറുതെ കഴിക്കാതിരിക്കുക. വെറുതെ കഴിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ അടിക്കും പോലെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പീഡിപ്പിക്കുകയാണ്. മനസ്സിലായി സാർ, മനസ്സിലായി. ഓക്കെ. വേറെ എന്തെങ്കിലും സംശയം? ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ. വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, എങ്ങനെ മനസ്സിലാക്കും? വിശപ്പിനെയും ദാഹത്തെയും മനസ്സിലാക്കുന്നത് എങ്ങനെയെന്നാണ്? ഇതുവരെ വിശപ്പും ദാഹവും മനസ്സിലാകാത്ത ആളാണോ അത്? അതിനുള്ള മറുപടി കിട്ടില്ല. പോട്ടെ, സാരില്ല. വിശപ്പും ദാഹത്തെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു എല്ലാത്തിനും ഒരു എക്സസൈസ് വേണമല്ലോ. അപ്പോ വിശപ്പിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഒരു ദിവസമെങ്കിലും അത് ഫാസ്റ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വ്രതം എടുക്കുക എന്നുള്ളതാണ്. വ്രതത്തെ 3 ടൈപ്പ് ആക്കാം നമുക്ക്. ഒന്നുകിൽ നമ്മൾ നോമ്പ് പറയുന്ന ആ സുന്നത്തായ നോമ്പോ അല്ല ഫർദായ നോമ്പോ എടുക്കാം. അത് എടുക്കുക എന്ന് പറയുമ്പോ രാവിലെ സുബ്ഹിയുടെ സമയത്ത് വിശപ്പില്ലെങ്കിൽ ഭക്ഷണം കഴിക്കരുത്. അപ്പൊ വിശപ്പിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നുന്ന കഴിക്കാം, സ്വല്പം കഴിക്കുക, എന്നിട്ട് കാത്തിരിക്കുക. പൂർണ്ണമായും കാത്തിരുന്ന് നമ്മൾ വിശപ്പിനെ, നമ്മൾ വയറിനെ നിരീക്ഷിക്കുക. അപ്പോ എംപ്റ്റി സ്റ്റൊമക്ക് ആവും. നമ്മുടെ വയറ് എംപ്റ്റി, ഒന്നുമില്ലാത്ത ഒരു വയറായി മാറും. അപ്പോഴാണ് വിശപ്പ് വരിക. എംപ്റ്റി സ്റ്റൊമക്കിലാണ് വിശപ്പ് വരിക. അപ്പോ ശരീരത്തിൽ നമ്മൾ വയറിനെ കാലിയാക്കി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ വിശപ്പിനെ അറിയാൻ കഴിയുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് വിശപ്പിനെ അറിയാൻ കഴിയുകയില്ല. അപ്പൊ വിശപ്പിനെ അറിയാൻ ആദ്യം വേണ്ടത് ഒന്നുകിൽ ഫ്രൂട്ട്സ് ഡയറ്റ്, അല്ലെങ്കിൽ അതായത് ഫ്രൂട്ട്സിന്റെ ഫാസ്റ്റ് ഭക്ഷണത്തിന് പകരം, വേവിച്ച ഭക്ഷണത്തിന് പകരം ഫ്രൂട്ട്സോ അതുപോലത്തവ കഴിച്ച് നമ്മൾ കാത്തിരിക്കുക, വിശപ്പിനെ അറിയുക. അതായത് കാത്തിരിക്കുമ്പോൾ നമുക്ക് എംപ്റ്റി സ്റ്റൊമക്ക് ആക്കി വെക്കുമ്പോൾ, വയറ് കാലിയാക്കി ഇരിക്കുമ്പോൾ നമുക്ക് ആ വിശപ്പിനെ തിരിച്ചറിയാൻ കഴിയും. ഇത് ഓരോരുത്തർക്കും, അതായത് മധുരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും വിശദീകരിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അത് മാത്രമല്ല, അത് ഇവിടെ വെച്ച് കഴിഞ്ഞാലും മധുരം അറിയൂല, ഇവിടെ വെച്ചാലും മധുരം അറിയൂല. നാവിന്റെ മുകളിൽ തന്നെ വെക്കണം, അപ്പോഴേ വിശപ്പ് അറിയുള്ളൂ, മധുരം അറിയുള്ളൂ. അതുപോലെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ട അനുഭവമാണ് വിശപ്പ് എന്ന് പറയുന്നത്. ഒരു 10-40 വർഷം മുൻപൊക്കെയും മനുഷ്യന്മാര് വിശന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ചികിത്സ അല്ലെങ്കിൽ ബിഷഗ്വരന്മാർ, ഡോക്ടർമാര് വിശപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കണം എന്ന് ഉപദേശിക്കുന്നവരായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. ചികിത്സാ മേഖലയിലും ഒക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചോളൂ എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തി. അപ്പൊ എംപ്റ്റി സ്റ്റൊമക്ക്, കാലി വയറാക്കുന്ന അവസ്ഥ ഒന്നുകിൽ നമ്മുടെ നൊയമ്പ് പോലെ ആക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചിട്ടാക്കാം, അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചിട്ടാക്കാം. അത് ഒറ്റ ദിവസം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എംപ്റ്റി സ്റ്റൊമക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വയറിനെ നിരീക്ഷിക്കണം. നിരീക്ഷിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത് മധുരം മനസ്സിലാക്കിയത് എങ്ങനെയാണോ അതുപോലെ ഓരോരുത്തരും അവരവരുടെ വിശപ്പിനെ അവരവർ സ്വയം മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ട പ്രപഞ്ചത്തിലെ ഒരു രഹസ്യങ്ങളിൽ പെട്ട ഒരു രഹസ്യമാണത്. അത് മനസ്സിലാക്കാൻ വയറ് കാലിയായതിനു ശേഷം വരുന്നതാണ് വിശപ്പ്. ക്ലിയർ ആണോ? അവർക്ക് മനസ്സിലായോ? എന്തെങ്കിലും അതിന് മുകളിൽ സംശയം ഉണ്ടോ? അവര് വീണ്ടും ചോദിച്ചിട്ടുണ്ട്, വിശക്കുമ്പോൾ വെള്ളം കുടിച്ചാൽ മതിയോ? സോളിഡ്സ് കഴിക്കണമെന്ന് നിർബന്ധമാണോ? എങ്ങനെ വിശക്കുമ്പോൾ വെള്ളം കുടിച്ചാൽ മതിയോ? സോളിഡ്സ് കഴിക്കണം എന്ന് നിർബന്ധമാണോ? അവര് ഉദ്ദേശിച്ചത് ഇനി പച്ചവെള്ളാണോ, ഇനി ജ്യൂസ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് അറിയില്ല. ഈ വാട്ടർ ഫാസ്റ്റിങ്ങിനെ പറഞ്ഞത് കൊണ്ടാണോ, അതല്ല പൊതുവിൽ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിച്ചാൽ? പൊതുവായിട്ട് ചോദിച്ചതാ. അതായത്
നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ദാഹിക്കുമ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത്. നമുക്ക് രണ്ട് വികാരങ്ങളുണ്ട്, ഒന്ന് ദാഹം, മറ്റൊന്ന് വിശപ്പ്. ദാഹിക്കുമ്പോൾ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക, ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക ദാഹിക്കുമ്പോൾ. ഇനി അവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, പച്ചവെള്ളം എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ പച്ചവെള്ളത്തിലെ ഓക്സിജന്റെ കണ്ടന്റുകൾ, ഓക്സിജന്റെ അളവ് കുറയുന്നുണ്ട്. രണ്ടാമത്തത്, ആ ചൂടാക്കലോടുകൂടി നമ്മുടെ ആ വെള്ളത്തിലുള്ള ജീവശക്തി, അതായത് ആ വെള്ളം തണിഞ്ഞതിന് ശേഷം ഒരു മത്സ്യത്തെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ആ മത്സ്യം അതിൽ ജീവിക്കുകയില്ല. അപ്പൊ മത്സ്യത്തിനെ ജീവിക്കാൻ അനുവദിക്കുന്ന ഏതോ ഒരു ശക്തി ആ വെള്ളത്തിലുണ്ട്. ആ വെള്ളമാണ് നമ്മുടെ ശരീരത്തിലേക്കും ദാഹിക്കുമ്പോൾ എത്തേണ്ടത്, പച്ചവെള്ളം. ഇത് ദാഹിക്കുമ്പോഴാണ് എത്തേണ്ടത്. ഇനി ശുദ്ധമായ പച്ചവെള്ളമല്ലാത്ത എല്ലാ വസ്തുക്കളും ഭക്ഷണത്തിലാണ് പെടുക. ഇനി ഒരാൾക്ക് ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അയാളുടെ വിശപ്പ് മാറും, അയാൾക്ക് എനർജി കിട്ടും, അയാൾക്ക് മനസ്സിനും ശരീരം സംതൃപ്തിയാണ് എങ്കിൽ അയാൾ വെള്ളം കുടിച്ചോട്ടെ, ചൂടുവെള്ളം കുടിച്ചോട്ടെ, മറ്റുള്ള വെള്ളങ്ങൾ കുടിച്ചോട്ടെ, കുഴപ്പമില്ല. അത് ഓരോരുത്തരും അവനവനാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ പറയുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്നതാണ്. വിശക്കുമ്പോൾ വിശപ്പ് മാറുന്ന അളവിൽ കഴിക്കുക എന്നതാണ്. ദാഹിക്കുമ്പോൾ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക എന്നതാണ്. ദാഹിക്കുമ്പോൾ ശുദ്ധമായ പച്ചവെള്ളം. അപ്പൊ ശുദ്ധമായ പച്ചവെള്ളം അല്ലാത്തതെല്ലാം ഭക്ഷണത്തിലാണ് പെടുക. ഒരാൾക്ക് ഭക്ഷണമായിട്ട് ചൂടുവെള്ളത്തെ തൃപ്തിപ്പെടാൻ കഴിയും, അയാളുടെ വിശപ്പ് മാറുന്നുണ്ട്, അയാൾക്ക് സംതൃപ്തി അടയുന്നുണ്ട്, എങ്കിൽ അയാൾ ചൂടുവെള്ളം കുടിക്കാം, അയാൾ അത് സ്ഥിരമായി കുടിക്കാം, ഒരു കുഴപ്പമില്ല. അത് അയാളെ ഡിപ്പെൻഡ് ആണ്. അതുപോലെ എനിക്ക് ആവണമെന്നില്ല, മറ്റുള്ളവർക്കും ആകണം എന്നില്ല. നിങ്ങൾ അടുത്ത് കണ്ടിട്ടില്ലേ, ഇളനീർ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്നവര്. അതുപോലെ നമ്മുടെ പിന്നെ ഈ ചെറിയ എന്താ അതിന്റെ പേര്, നാരങ്ങ മിഠായി ഇല്ലേ, പഴയ കാലത്തെ നാരങ്ങ മിഠായി മാത്രം കഴിച്ച് ജീവിക്കുന്നവര്, ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതെ, അവര് ക്ലിയർ ആയി അറിയിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി എന്തെങ്കിലും? അസ്സലാമലൈക്കും. വലൈക്കും. സാർ, ഞാൻ ഡോക്ടർ സാറിന്റെ സ്ഥിരം വരുന്ന ആളാണ്. പിന്നെ ഇപ്പം ഈ മറ്റന്നാളത്തെ ഞായറാഴ്ചയോട് കൂടി 3 ആഴ്ചയായി വരാത്തത്. വന്നു തുടങ്ങിയ ശേഷം എനിക്ക് വേദനകളിലും നല്ല മാറ്റം ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ശരിക്കും പോലെ തന്നെ ഉണ്ടായിരുന്നു, തീരെ കംപ്ലീറ്റ് ആ ഒരു ഓർമ്മയിലേ ഇല്ല. നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ഞാൻ എക്സസൈസിനും പോകും, അപ്പൊ നല്ലൊരു ഉന്മേഷം ഉണ്ടായിരുന്നു രണ്ടും കൂടി ആയപ്പോ. ഇപ്പൊ 2 ദിവസമായി കാലിന് നല്ല വേദന. ആദ്യം ഉണ്ടായ പോലെയുള്ള വേദന, കാല് താഴ്ത്തി വെക്കാൻ പറ്റുന്നില്ല. രാവിലെ എണീച്ചാൽ ഷോൾഡറും കാലും എല്ലാം ഒരു വേദന. പക്ഷെ ഇന്ന് ഞാൻ നോക്കുമ്പോ ഇന്ന് ബുധനാഴ്ച എന്നുള്ള ഓർമ്മ എനിക്ക് ഉണ്ടായിട്ടില്ല. വൈകിട്ട് എത്ര എനിക്ക് ഇന്ന് ബുധനാഴ്ച എന്നുള്ള ഓർമ്മയും വന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യണം? നല്ല വേദനയുണ്ട്. ഇനിയിപ്പം ഒന്ന് ബേജാറൊന്നാവണ്ട. നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ആളുണ്ടല്ലോ. എങ്ങനെ പോയതിനു ശേഷം പിന്നെ എനിക്ക് സാറ് കുത്തിയാല് ഒരു എന്താ പറയണ്ടേ, അവിടെ വന്നാല് ഒരു മനസ്സമാധാനം കിട്ടുന്നില്ലോ എന്നുള്ള ഒരു തോന്നലുണ്ട്. അത് ചികിത്സകനെ തീരുമാനിക്കേണ്ടത് പേഷ്യൻസ് തന്നെയല്ലേ ചെയ്യുന്നത്. നീഡിൽ എല്ലാവരും ചെയ്യുന്നത് ഒരേപോലെ തന്നെയല്ലേ? അതെ. അതായത് ഓരോ പേഷ്യൻസിനും ഓരോ ചികിത്സകനെ തൃപ്തിപ്പെടാം. അപ്പൊ അത് നിങ്ങൾക്ക് നുസ്രത്തിനെ വേണം എന്നാണ് എങ്കിൽ ഇപ്പൊ നുസ്രത്ത് വരുന്നില്ലല്ലോ, ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയും? നുസ്രത്തിന് ശേഷം പിന്നെ എനിക്ക് സാറിനെയാണ് പിടിച്ചത്. അപ്പൊ അവനവന് തൃപ്തിയുള്ളത് ആരെയാണോ അവരടുത്ത് പോയി ട്രീറ്റ്മെന്റ് ചെയ്യാം. ഈ ആഴ്ച ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അടുത്ത ആഴ്ച വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാം. അതുവരെ വേദന സഹിക്കുന്നേ. പെയിന് അമിതമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെയിനിന് താൽക്കാലികമായി ശമനം ഉണ്ടാകും.
അപ്പൊ ഇപ്പൊ നല്ല വേദന. നാളെ വിളിച്ചാ മതിയില്ലേ സാറിനെ? കുഴപ്പമില്ല. അത് എന്നെ തന്നെ വിളിക്കണമെന്ന് നുസ്രത്ത് മാമിനെ വിളിച്ചാലും കുഴപ്പമില്ല. കുഴപ്പമില്ല, അത് നിങ്ങളുടെ സൗകര്യം പോലെ വിളിക്കാം. അപ്പൊ വേദന കൂടിയോണ്ട് ഞാൻ ആ സംശയം ചോദിച്ചതാണ്. ക്ലിയർ ആയി. അതായത് വേദന കൂടിയത് ചികിത്സിക്കാത്തത് കൊണ്ടാണെന്നുള്ള ചിന്ത വേണ്ട. അതായത് ഇന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ 3 ആഴ്ചയായി ഇപ്പൊ ചെയ്യാം. ഞാൻ മറ്റന്നാൾ ഇന്ന് കണ്ണൂർ വന്ന് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കൊരു പേടി, ചെയ്യാത്തത് കൊണ്ടാണോ ഇത് വീണ്ടും തിരിച്ചു വന്നത്? അങ്ങനെ ചിന്തിക്കണ്ടെന്നാ പറഞ്ഞത്. മനസ്സിലായി. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രയാസമുള്ളപ്പോഴാണ് ട്രീറ്റ്മെന്റ് ആവശ്യം. നല്ല പ്രയാസം ഉണ്ടാകുമ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ. വേറെന്തെങ്കിലും? വേറൊന്നുമില്ല, ആ സംശയം ഉണ്ടായിട്ട്. ഓക്കെ. അടുത്ത ആർക്കാണ്? പിന്നെ വെജിറ്റബിൾ സാലഡ് കഴിക്കുന്നതാണോ നല്ലത്, കുക്ക് ചെയ്തതാണോ നല്ലത്? ഒരു ക്വസ്റ്റ്യൻ വന്നത്. ചില പച്ചക്കറികള്, ഇപ്പൊ ക്യാരറ്റ് പച്ച തിന്നതിനേക്കാളും ദഹന പ്രക്രിയക്ക് കൂടുതൽ ആക്കം കിട്ടുക വേവിച്ചിട്ടാണ്. അങ്ങനെ ചില പച്ചക്കറികൾ നമ്മൾ വേവിച്ചിട്ട് കഴിക്കേണ്ടതുണ്ട്. ചില പച്ചക്കറികൾ പച്ചനെ തിന്നാലും ദഹനപ്രക്രിയക്ക് ഗുണപ്പെടും. എന്നാൽ ഇലക്കറികൾ, ഇല പോലത്തെ സാധനങ്ങള് നമ്മൾ നന്നായി ചവച്ചരക്കുമ്പോൾ മാത്രമേ ദഹനപ്രക്രിയക്ക് സഹായകമാകുകയുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആപേക്ഷികമാണ്. കാരണം ചില ആൾക്ക് പച്ചനെ തിന്നാനായിരിക്കും തൃപ്തി വരിക. അപ്പൊ അങ്ങനെയുള്ളവർ പച്ചനെ തന്നെ തിന്നണം. ചില ആൾക്കാർക്ക് അത് വേവിച്ചിട്ട് അല്ലെങ്കിൽ ആവിയിലൊക്കെ വേവിച്ചതിന് ശേഷം കഴിക്കാനായിരിക്കും തോന്നുക. അപ്പൊ അങ്ങനെയുള്ളവർ ആ രൂപത്തിൽ കഴിക്കണം. ഇതല്ലേ ചോദ്യം? ഇങ്ങനെയല്ലേ? സലാഡ് വേവിച്ചിട്ട് വേണോ അല്ലാതെ? നുസ്രത്ത് മാം? അതെ, അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അത് ക്ലിയർ ആയില്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി ആർക്കെന്തെങ്കിലും സംശയം ഉണ്ടോ? ഡെയിലി എഗ്ഗ് കഴിക്കുന്നത് നല്ലതാണോന്ന്? അപ്പോഴും അവിടെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡെയിലി എഗ്ഗ് കഴിച്ചതിനെ കൊണ്ട് നിങ്ങൾക്ക് കഴിക്കുന്ന ആൾക്ക് ഇഷ്ടമാണോ അല്ലേ, വിശപ്പുണ്ടോ ഇല്ലേ, ഇത് 2 കാര്യവും ശ്രദ്ധിക്കുക. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ എഗ്ഗ് പൂർണ്ണമായും പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഓംലേറ്റ് അടിച്ചിട്ടോ ആയിട്ടോ അല്ലെങ്കിൽ ബുൾസി ആയിട്ടോ അല്ലെങ്കിൽ വേറെ പല രൂപത്തിലും അത് കട്ടൻ ചായയില് പൊട്ടിച്ചൊഴിച്ചിട്ട് അങ്ങനെ പല രൂപത്തിലും ഈ മുട്ട ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, ദിവസേന കഴിക്കാം. അത് അപ്പൊ ഇനി എപ്പോഴാ കഴിക്കണത്? വിശക്കുമ്പോൾ കഴിക്കാം. അത് ഡെയിലി കഴിച്ചതിനെ കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടവും അതുപോലെ വിശപ്പും, ഇത് രണ്ടും നിങ്ങൾ പരിഗണിക്കണം. ഇഷ്ടമില്ലാതെ ആരുടെയെങ്കിലും നിർബന്ധത്തിനോ അല്ലെങ്കിൽ മുട്ട കഴിച്ചാൽ ഇന്നത് സംഭവിക്കും എന്ന് ചിന്തിച്ചിട്ടോ കഴിക്കരുത്. പൂർണ്ണമായും മനസ്സിന് തൃപ്തിയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വിശക്കുമ്പോൾ, ഇത് രണ്ടും ശ്രദ്ധിക്കുക. എല്ലാ ഭക്ഷണത്തിലും അങ്ങനെ തന്നെ. ക്ലിയർ?
ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. രാവിലെ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചിട്ട് രാവിലെ വെള്ളം കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണീറ്റ ഉടനെ വെള്ളം കുടിക്കാന്നാ? ആ നല്ല ചോദ്യം. കാരണം ഇപ്പം പലരും പല രൂപത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മെക്സവനിൽ പോകുന്ന ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു, രാവിലെ ഈ എക്സസൈസിന് പോകുന്നതിന് മുമ്പ് 2 ഗ്ലാസ്, വന്നാൽ 2 ഗ്ലാസ്, അങ്ങനെയൊക്കെ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ശരീരം ചോദിക്കാതെ എപ്പം കൊടുത്താലും അത് ആപത്താണ്. രാവിലെ വെള്ളം വല്ലപ്പോഴും കുടിക്കും. കുടിക്കാൻ എങ്ങനെ? രാവിലെ വെള്ളം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുടിക്കാം. അതെ, ദാഹം ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാഹം ദാഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം, ദാഹം മാറുന്ന അളവിൽ കുടിക്കാം. അതിൽ തെറ്റില്ല, അതിൽ കുഴപ്പമില്ല. വെറുതെ എക്സസൈസിന് പോകുന്നതിന് മുമ്പ് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെള്ളം കുടിക്കരുത്. ദാഹത്തിനനുസരിച്ച് ദാഹം മാറുന്ന അളവിൽ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കാം. ഇപ്പൊ രാവിലെ ചിലപ്പോ രാത്രിയത്തെ ഭക്ഷണം കഴിച്ചതിന്റെ എഫക്റ്റ് ആയിട്ട് പിറ്റേന്ന് രാവിലെ നല്ല ദാഹം ഉണ്ടായേക്കാം. ചില ഭക്ഷണങ്ങൾ ചപ്പാത്തി പോലത്തെ, പൊറോട്ട പോലത്തെ, നെയ്ച്ചോറ് പോലത്തവ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ദാഹം ഉണ്ടാവും. ചിലപ്പോൾ രാത്രി അത് കഴിച്ചിട്ടാണ് കിടന്നത് എങ്കിൽ ഒരു പക്ഷേ രാവിലെ അല്ലെങ്കിൽ രാത്രി നല്ല എരിവുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദാഹം ഉണ്ടായേക്കാം. ഉണ്ടാവണം നിർബന്ധമില്ല, ഉണ്ടായേക്കാം ചിലർക്ക്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ ദാഹം മാറുന്ന അളവിൽ അല്പം വെള്ളം കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതല്ലാതെ ശരീരം ആവശ്യപ്പെടാതെ നിങ്ങൾ കൊടുക്കുന്നു, അത് സ്ഥിരമായി ഒരു പ്രവൃത്തിയായിട്ട് കൊടുക്കുമ്പോൾ അത് ശരീരത്തിന് ആപത്താണ്. വല്ലപ്പോഴും കുടിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അതാണ് നമ്മൾ ദിവസവും ചെയ്യുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ശരീരത്തിന് ആപത്താണ്, കേടാണ്. അത് വെള്ളം കൂടുതൽ അമിതമായി ശരീരത്തിൽ വരുമ്പോൾ കിഡ്നി സ്റ്റോണ് പോലത്തെ പല പ്രയാസങ്ങളും ഉണ്ടാക്കും. ക്ലിയർ ആയോ? അതായത് ആവശ്യമില്ലാതെ നമ്മൾ ആ റൂട്ടീൻ ഉണ്ടാക്കേണ്ടതാണ്. അങ്ങനെ റൂട്ട് അതെ 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 ആവശ്യമില്ലാതെ രാവിലെ തന്നെ അങ്ങനെ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ആ ഒരു ശീലം നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആയല്ലോ? ഉത്തരം ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി ആർക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. കുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷിപ്പിക്കാമോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കുട്ടികളെയോ? കുട്ടികളെ എന്നല്ല, ഒരാളെയും നിങ്ങൾ നിർബന്ധിക്കരുത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. കാരണം നമ്മൾ പറഞ്ഞു, ഇപ്പോ വിശപ്പ് എന്ന് പറയുന്നത് അവനവന് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ പ്രകൃതിയിൽ ഒരു രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ്. ഒരു മധുരമുള്ള ഒരു സാധനം എൻ്റെ നാവിന്റെ മുകളിൽ വെക്കാതെ എനിക്ക് മധുരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നതുപോലെ ചെറിയ കുട്ടിയായാലും ശരി, പ്രസവിച്ച ഉടനെയുള്ള കുട്ടിയായാലും ശരി, മുതിർന്ന ആളായാലും ശരി, അവർക്കൊക്കെ ഇൻഡിപെൻഡന്റ് ആണ്. അവർക്കൊക്കെയും വിശപ്പിനെ അറിയാം. ആ വിശക്കുമ്പോൾ മാത്രം വിശപ്പ് മാറുന്ന അളവിൽ അവർക്ക് അവരുടെ വിശപ്പ് അറിയൂ, അവർക്ക് അതിന്റെ അളവറിയൂ. അവരെ പ്രത്യേകിച്ച് കുട്ടികളെ നിർബന്ധിച്ച് കൊടുക്കരുത്, നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. എക്സ്ട്രാ ബോണസ് ആണ് ഈ പഠിപ്പിക്കരുത് എന്ന് പറയുന്ന കാര്യം. നമ്മള് മാതാപിതാക്കള് മക്കളുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് അവരുടെ ഭക്ഷണ കാര്യം, രണ്ടാമത്തെ അവരുടെ പഠന കാര്യം. മക്കള് ഉമ്മ അല്ലെങ്കിൽ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇതെന്താണ്, എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഭയം വേണ്ട, അവർ പഠിച്ചോളും. മക്കള് വിശക്കുമ്പോൾ ഉമ്മ എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും തരൂ, അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞിട്ട് മക്കളെ അതാ പിന്നെ അടുക്കളയില് പാത്രത്തില് പൊത്തി വെച്ചിട്ടുണ്ട് ഭക്ഷണം, നിങ്ങൾ പോയി കഴിച്ചോളൂ എന്ന് പറയുന്ന ഒരു രൂപത്തിൽ നിങ്ങൾ ആക്കിയെടുത്താൽ മാത്രമേ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷനും പ്രയാസങ്ങളും മാറി നിങ്ങൾ മാതാപിതാക്കൾ മനസ്സമാധാനമുള്ളവരായി മാറുള്ളൂ.
നിങ്ങൾ തന്നെ സൂക്ഷിച്ചു നോക്കൂ, ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. അതായത് കുട്ടി വിശന്നിട്ട് നമ്മളടുത്ത് വരുമ്പോ നമ്മൾ വേറെന്തോ പണിയിലായിരിക്കും. അപ്പൊ നമ്മൾ കലമ്പി ആട്ടിപ്പായിക്കും. പോയട്ടെ, ഇന്നും അത്ര സമയം ഞാൻ വിളിച്ചിട്ടുണ്ട്, നീ എന്താ എന്നേരം വരാതിരുന്നേ, ഇപ്പൊ തരാമെങ്കിൽ ഞാൻ പണിയില്ലാന്ന് പറഞ്ഞിട്ട് കുട്ടിയെ ആട്ടിപ്പായിക്കും. അതേപോലെ കുട്ടി കളിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയത്തായിരിക്കും നമ്മൾ വിളിച്ചിട്ട് കുട്ടിയെ എന്ത് ചെയ്യുന്ന പഠിക്കാനിരുത്തുക. കുട്ടി കളിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുക, കുട്ടിയുടെ ഇഷ്ടം അവിടെ പരിഗണിക്കുന്നേ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾ കൂടുതൽ പ്രഷർ ചുലുത്തിയിട്ട് ആ കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കും. കുട്ടി പഠിക്കുവോ? നിങ്ങളുടെ കൈയും കാലും മനസ്സും വളരെയധികം പ്രഷറോട് കൂടി ആ കുട്ടിയോട് പെരുമാറും. ആ കുട്ടി പഠനത്തോടും നിങ്ങളോടും തന്നെ വൈരാഗ്യവും ദേഷ്യവും ഉണ്ടാവും, വെറുപ്പും ഉണ്ടാവും. അതുകൊണ്ട് പഠന കാര്യത്തിലും ഭക്ഷണ കാര്യത്തിലും കുട്ടികളെ നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കരുത്. മറിച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് വിശക്കുമ്പോൾ പറയണേ മക്കളെ എന്ന് പറഞ്ഞ് ശീലിപ്പിക്കുക. വിശപ്പ് അവർക്കറിയാം, അവര് വന്നോളും, മക്കളെ ഇവിടെ ഭക്ഷണമുണ്ട് നിങ്ങൾ കഴിക്കണേ എന്ന് മാത്രം പറയാം. അതുപോലെ തന്നെ പഠനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അവരെ നിർബന്ധിക്കരുത്. മറിച്ച് അവര് ഇങ്ങോട്ട് വരും, 1-2 ദിവസം ഹോംവർക്ക് ചെയ്യാതെ സ്കൂളിൽ പോയിട്ട് അവര് അടി വാങ്ങിയിട്ട് വരണം. എങ്കിലേ ഇത് സ്കൂളിൽ നിന്ന് ഇത് എനിക്ക് ചെയ്യാനുള്ളതാണെന്നുള്ള ബോധം അവർക്ക് വരികയും അവര് വീട്ടിൽ വന്ന് ചെയ്യുകയും അവര് മാതാപിതാക്കളോട് വന്നിട്ട് സംശയങ്ങൾ ചോദിക്കും. പുസ്തകങ്ങൾ എടുത്ത് ഇങ്ങോട്ട് വരും. നിങ്ങൾ ആരുടെയും മക്കൾ പുസ്തകം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? കമന്റിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ആരെങ്കിലും നിങ്ങളുടെ മക്കള് പുസ്തകം എടുത്തിട്ട് നിങ്ങളടുത്ത് വരുന്നുണ്ടോ? ഇതാ ഈ പുസ്തകം, ഇതിലുള്ള കാര്യം ഒന്ന് പറഞ്ഞു തരൂ ഉമ്മ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ വിളിച്ചു വരുത്തുകയാണ്. അവര് മനസ്സ് വെറുത്തിട്ടാണ് വരുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെയാ പഠിക്കാൻ കഴിയുക? കാരണം പഠിക്കുന്ന സമയത്ത്, കളിക്കേണ്ട സമയത്ത്, കളിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് വിളിച്ചു വരുന്നത്. അപ്പൊ കുട്ടികൾ പഠനത്തിന് പകരം, പഠനത്തെ ഇഷ്ടപ്പെടുന്നതിന് പകരം അവർ പഠനത്തെ വെറുക്കുകയാണ്. ഉമ്മയെ സ്നേഹിക്കേണ്ടതിന് പകരം വെറുക്കുകയാണ്. അതിന് നമ്മളാണ് ഉത്തരവാദി. ഭക്ഷണത്തിന്റെ കാര്യത്തിലും തദൈവ. അതുകൊണ്ട് ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിർബന്ധിക്കരുത്, പഠനത്തിന്റെ കാര്യത്തിൽ നിർബന്ധിക്കരുത്. എന്നാൽ ഇതിലൊക്കെയും ശ്രദ്ധ, മാതാപിതാക്കളുടെ ശ്രദ്ധ മക്കളുടെ മേലുണ്ടാവണം. അവര് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കാൻ പാടില്ല. അവര് പഠിക്കാതെ മടയന്മാരാവാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അവര് വിശപ്പിനെയും പറയണം, അവരുടെ പഠനത്തെയും അവര് ഇങ്ങോട്ട് വന്ന് പറയണം. അങ്ങനെ പറയാനുള്ള സാഹചര്യവും അവസരവും നമ്മൾ കൊടുക്കണം. അതിന് നല്ല പാരന്റിങ് പഠിക്കണം. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണിത്. അവരെ ഈ കാര്യത്തിൽ നിർബന്ധിക്കരുത്. നിർബന്ധിക്കാതിരിക്കുമ്പോൾ തന്നെ അവര് നിങ്ങളോട് മനസ്സ് തുറന്ന് ഭക്ഷണ കാര്യത്തിലായാലും അതുപോലെ തന്നെ പഠന കാര്യത്തിലായാലും അവര് നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിച്ചു കൊള്ളും. ഓക്കെ, ക്ലിയർ അല്ലേ? അതെ അതെ, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറൊരാള് ചോദിച്ചിട്ടുണ്ടായ ഒരു ചോദ്യമാണ്, മാനസിക പ്രശ്നങ്ങൾക്ക് അക്യുപങ്ചറിൽ ട്രീറ്റ്മെന്റ് ഉണ്ടോ? അത് നല്ല വയലന്റ് ആയ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത്. തീർച്ചയായും മാനസികമായ, നമ്മൾ അക്യുപങ്ചർ എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾക്കും പരിഹാരം ഉണ്ട്. അത് വെറുതെ പറയുന്നല്ല. എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ 2 പേരെ ഞാൻ പറയാം. അതായത് ഒരു സ്ഥലത്തെ വിദ്യാർത്ഥികളെ, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ആ ഒരു കോളേജിൽ ഞാൻ പോയി. അപ്പൊ ആ 2 കുട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ടുകൊണ്ടിരിക്കും.
ഒരു ബോധം പോയിക്കൊണ്ടേയിരിക്കും. സംസാരിക്കണം, പെട്ടെന്ന് ബോധം പോകും, പിന്നെ തട്ടി വിളിക്കണം. ഇങ്ങനെയുള്ള ആളുടെ ട്രീറ്റ്മെന്റിലൂടെ പ്രയാസങ്ങൾ മാറിയിട്ടുണ്ട് ഒരു കേസ്. മറ്റൊന്ന് പ്രസവത്തിന് ശേഷം ഡിപ്രഷൻ ആയിട്ട് അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ, അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നന്നായി വയലന്റ് ആയതിനു ശേഷം അവരെന്ത് ചെയ്തു, അവരെന്നെ വിളിക്കാതെ തന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. പക്ഷെ ഈ സ്ത്രീ അക്യുപങ്ചർ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവര് മറ്റുള്ള മരുന്നുകളും മറ്റൊന്നും കഴിക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഡോക്ടർമാർ നിർബന്ധാവസ്ഥയിൽ മയക്ക് ഗുളികകളൊക്കെ കൊടുത്തു, അങ്ങനെ മയക്കിയെങ്കിലും ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. പിന്നെ അതിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അക്യുപങ്ചറിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തു. ഇപ്പൊ അവര് പൂർണ്ണമായും റെഡി ആയിട്ടില്ല, പക്ഷെ അവര് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ആ ആദ്യത്തെ അവസ്ഥയെ വെച്ച് നോക്കുമ്പോ അവര് ഇന്ന് 70% രോഗമുക്തയാണ്. ഇത് എന്റെ അനുഭവം പറയാം. അങ്ങനെ അക്യുപങ്ചർ പഠിച്ച് അക്യുപങ്ചറിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് വിധേയമായി അങ്ങനെയുള്ള ആള് അക്യുപങ്ചർ പഠിച്ച് ഇന്ന് ചികിത്സകനായ ആളുണ്ട്. അതല്ലാത്ത രൂപത്തിൽ തന്നെ ഈ പ്രയാസങ്ങൾ മാറിയ ഒത്തിരി ആൾക്കാരെ അക്യുപങ്ചറിലൂടെ ഇത്തരം പ്രയാസങ്ങൾ, ഡിപ്രഷനും കാര്യങ്ങളും മാനസിക അസ്വസ്ഥതകളൊക്കെ മാറിയ ഒത്തിരി പേര് ഉണ്ട്. അതുകൊണ്ട് അക്യുപങ്ചറിലൂടെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ മാറുന്നുണ്ട്, അനുഭവം തന്നെയാണ്. ഇനി വയലന്റ് ആയാൽ എന്ന് ചോദ്യം ഉണ്ടാവും. വയലന്റ് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോഴും അക്യുപങ്ചർ ചെയ്യുമ്പോൾ ചില ആൾക്കാർ അക്യുപങ്ചർ ചെയ്യലോടുകൂടി വയലന്റ് ആവും. നമ്മൾ പറഞ്ഞു, നമ്മുടെ ശാരീരികമാവട്ടെ മാനസികമാവട്ടെ ചില അസ്വസ്ഥതകൾ, ചില രോഗങ്ങൾ, നമ്മൾ രോഗത്തിന് എതിരെ നമ്മുടെ പ്രതിരോധ ശേഷി സ്ട്രോങ് ആവണമെങ്കിൽ ആ രോഗം ഒന്ന് മൂർച്ഛിക്കണം. അപ്പൊ മാനസികമായ പ്രയാസങ്ങൾ മാറണമെങ്കിൽ ചില ആൾക്കാരിൽ അവരുടെ ആ അകത്തുള്ള പ്രയാസങ്ങൾ മുഴുവൻ, മനസ്സിന്റെ പ്രയാസങ്ങൾ മുഴുവൻ പുറത്ത് വന്നിട്ടാണത് ക്യൂർ ആവുക. അപ്പൊ വയലന്റ് ആകും. ആ വയലന്റ് ആവുന്നതിനെ ഒന്ന് തരണം ചെയ്യാൻ ഈ കുടുംബക്കാർ തയ്യാറാവണം. എങ്കിൽ ഒരു മരുന്നുമില്ലാതെ പ്രയാസങ്ങൾ ഓരോ ആഴ്ചയുടെ ഓരോ ട്രീറ്റ്മെന്റ് അനുസരിച്ച് അവരുടെ ആ വയലന്റ് ആവുന്ന സ്വഭാവം കുറഞ്ഞ് ഒരു മാസോ 2 മാസോ 3 മാസത്തിന്റെ ഉള്ളിൽ പൂർണ്ണമായും അവർ ക്യൂർ ആയി വരുന്നതായിരിക്കും. ക്ലിയർ? വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ക്ലിയർ ആണോ? നുസ്രത്ത് മാം? ആർക്കും സംശയമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആരും മൈക്ക് ഓൺ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നേരിട്ടോ അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പ് വഴിയോ എങ്ങനെയായാലും ചോദിക്കാവുന്നതാണ്. ഇപ്പൊ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ നോക്കും. വൈൻഡപ്പ് ചെയ്യാന്ന് തോന്നുന്നു. കാരണം സംശയമില്ലാണ്ട് പിന്നെ നമ്മള് ദീർഘിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ. ഇങ്ങനെയുള്ള സംശയ നിവാരണ ക്ലാസുകൾ ആവശ്യമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് പേഷ്യൻസിനോ നിങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. അതനുസരിച്ച് ക്ലാസുകൾ എടുത്തു തരികയും ചെയ്യും. നുസ്രത്ത് മാം എന്നാ പിന്നെ നന്ദി പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ ഇന്ന് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിലേക്കായി എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും
നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ലാസ് വളരെ ഭംഗിയായി തന്നെ നമ്മൾക്ക് ഈ ഒരു വിഷയത്തിൽ ക്ലാസ് എടുത്തു തരികയും രോഗത്തിനെ കുറിച്ച് പറഞ്ഞു തരികയും മനസ്സിലാക്കി തരികയും അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളും മറ്റൊക്കെ ദൂരീകരിക്കാൻ സഹായിക്കുകയും ചെയ്ത അക്യുപങ്ക്ചർ പ്രാക്ടീഷണർ അബ്ദുഷുക്കൂർ സാറിനും എൻ്റെ പേരിലും നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും ലെഫ്റ്റ് ആവാം.